മന്മദേട്ടാ, മന്മദേട്ടാ, ഓടി വാ. എന്താ അല്ല ഒന്നും പറ്റിയില്ല, എന്റെ സാരിയുടെ ഞൊറിയൊന്ന് പിടിച്ചു. എന്റെ ദൈവമേ, ഞാൻ ആ കോഴിക്കോടും തല്ലി പൊട്ടിച്ച അതിനെ മണ്ടക്കൂടെ കയറി സാരി പിടിക്കാനാ നീ കിടന്ന് വേളം ഉണ്ടാക്കിയത്. ഒന്ന് പിടിച്ചേ, പോകാൻ സമയായി, പിടിക്ക്. ഭയങ്കര കഷ്ടമാട്ടോ നിന്റെ കാര്യം. ഒന്ന് ആലോചിച്ചേ, ഇല്ലാത്ത പൈസ നന്നായിട്ട് തിരിയട്ടെ. ഇത് ഏതാടി പുതിയ സാരിയാണല്ലോ ഇത്? പിന്നെ ഇത് പുതിയത്, കഴിഞ്ഞ ഉത്സവത്തിന് മേടിച്ചതാ, പഴയതാ. കഴിഞ്ഞ ഉത്സവത്തിന് മേടിച്ചിട്ട് ആ ഒറ്റ ഉത്സവമല്ലേ എടുത്തിട്ടുള്ളൂ, പിന്നെന്താ കുഴപ്പം? അത് കഴിഞ്ഞിട്ട് 1-2 പ്രാവശ്യം എടുത്ത്. ഇനി സുമതിയുടെ വീട്ടിലെ കല്യാണത്തിന് പോകുമ്പം ഒരു പുതിയ സാരി മേടിച്ചു തരണം. ആ പുതിയ സാരി മേടിക്കുന്നില്ല. എന്ത് പുതിയ സാരി മേടിച്ച് നിർത്തി. നിന്റെ ഈ തുണിയോടുള്ള ആക്രാന്തം നിർത്തിക്കണം. ഈ തുണിയോടുള്ള ആക്രാന്തം ഈ ഒരു ഒറ്റ സ്വഭാവം കാരണം 6 മാസം വാടക മേൽ കൊടുക്കാറുണ്ട്. നിർത്ത്. എന്റെ എന്ത് സ്വഭാവം കാരണം? കുറെ തവണ ഞാൻ പറയുന്നില്ല. എന്താ കാര്യം അത് പറയുന്നേ? എടി 3 മാസം മുമ്പ് ഞാൻ ഒരു ആക്സിഡന്റ് ഉണ്ടായി ആശുപത്രി കിടന്നു. ഞാൻ ഇന്നുവരെ അത് പറഞ്ഞിട്ടില്ല. എല്ലാവരുടെ മുന്നിൽ എല്ലാ ആൾക്കാരും കരച്ചിലും പിടിച്ചിട്ടിരിക്കും. എന്റെ ഭാര്യ എങ്ങനെ അവിടെ വന്നത്? ഞാനെങ്ങനെ വന്ന് മൊത്തത്തിൽ മേക്കപ്പ് ഒക്കെ മുഖത്തിട്ട് ലിപ്സ്റ്റിക്കും പുരട്ടിക്കൊണ്ട് നീ അവിടെ വന്ന് നിൽക്കുക. അത് നിങ്ങളുടെ അമ്മ പറഞ്ഞിട്ട് അങ്ങനെ വന്നത്. അമ്മ എന്ത് പറഞ്ഞു? നിങ്ങളുടെ അമ്മ പറഞ്ഞ് നിന്റെ ഭർത്താവിന് എന്തെങ്കിലും പറ്റിയാ നീ വേണം മേക്കപ്പ് ചെയ്യാനെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ നന്നായിട്ട് ഒരുങ്ങി വന്നു. അയ്യോ, അത് ആ ഉദ്ദേശിച്ച മേക്കപ്പ് അല്ല അമ്മ പറഞ്ഞത്. അതൊരു നാട്ടുവർത്താനത്തില്ലേ, നിന്റെ ഭർത്താവിന് എന്തെങ്കിലും വന്നാൽ നീ വേണം അത് മേക്കപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ. ആ വർത്താനത്തിലാ പറഞ്ഞത്. അപ്പൊ നിങ്ങളുടെ അമ്മയോട് പറയണം, എന്തെങ്കിലും കാര്യം പറയുമ്പോ മര്യാദക്ക് പറഞ്ഞുതരാൻ പറയണം. കേട്ടല്ലോ? ഞാൻ പറഞ്ഞോളാവേ, അമ്മയോട് പറഞ്ഞു മനസ്സിലാക്കിയോളാവേ. ശരിയായി. അയ്യോ വാടക സുഖിച്ചേട്ടൻ എന്തെങ്കിലും പറഞ്ഞോ, ഞാൻ പോണു. എനിക്ക് അയാളെ കണ്ട വിറയ്ക്കും. നീ പറഞ്ഞ ഇതാണ് നിങ്ങളുടെ കുഴപ്പം. ഞാനിവിടെ ഇല്ല. മന്മദ, ഇതാര് സുഖേട്ടനാ? സുഖല്ലേ? എനിക്ക് അത്ര നല്ല സുഖമൊന്നുമില്ല. മന്മദനെ വിളിക്കാൻ എനിക്ക് അവനെ കാണാൻ അത്യാവശ്യമാണ്. മന്മദേട്ടൻ ഇവിടെ ഇല്ല. മന്മദന് ഇവിടെ ഇല്ലേ? ആര് പറഞ്ഞു? 6 മാസത്തെ വാടക നിങ്ങൾ തന്നില്ല. എന്നിട്ട് സമ്മതിക്കില്ല. എനിക്ക് ഇപ്പൊ വാടക കിട്ടണം. ഇതൊക്കെ ഇങ്ങനെ ഒച്ചതി പറഞ്ഞ നാട്ടുകാർക്ക് കേൾപ്പിക്കേണ്ട കാര്യമുണ്ടാ? നമുക്ക് അകത്തിരുന്ന് സംസാരിക്കാം. അകത്തിരുന്ന് സംസാരിക്കുന്നില്ല, പെണ്ണുങ്ങളുമായിട്ട് പ്രത്യേകിച്ചും. എനിക്ക് ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി. അവനെ വിളിക്ക്. ഇവിടെ ഇല്ലാത്ത ആളെ ഞാൻ എങ്ങനെ കൊണ്ടുവന്ന് തരും? ഇവിടെ ഇല്ല. ഞാൻ കണ്ടതാണ് അവൻ അകത്തോട്ട് ഓടി വിളിക്കുന്നത്. ഞാൻ വരുന്ന കണ്ടപ്പോഴത്തേന് ചുമ്മാ അതല്ല ഞാൻ വന്നത്. കണ്ടു. വാങ്ങി പോരി, വാ കണ്ട് ചീറ്റി വാ. മന്മദ മര്യാദയ്ക്ക് ഇവിടെ വന്നേ. എനിക്ക് ഇതിനിപ്പോ ഒരു തീരുമാനം ഉണ്ടാക്കാം. 6 മാസത്തെ വാടകയാണ് എനിക്ക് തരാനുള്ളത്. 6 മാസത്തെ വാടക. നീ പെണ്ണുങ്ങളുടെ പുറകെ നിൽക്കാതെ മുന്നോട്ട് വന്ന് സംസാരിച്ചാൽ മന്മദ. എനിക്ക് പെണ്ണുങ്ങളുടെ പുറകെ നിന്ന് സംസാരിക്കുന്നതിന് എനിക്ക് പേടിയൊന്നും ഇല്ല. മന്മദ, നിനക്ക് ഞാൻ അന്തസ്സായിട്ടാണ് വീട് തന്നത്. എന്നിട്ട് നീ എന്റെ മുമ്പിൽ നിന്ന് അന്തസ്സായിട്ട് വർത്താനം പറയണം. അന്തസ്സായിട്ട് പറയുന്നു, ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കും. ഇവിടെ ഇറങ്ങാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. എനിക്ക് വാടക കിട്ടണം, കിട്ടിയേ പറ്റൂ. അതെ, ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഉദ്ദേശിക്കുന്നില്ല. വാടക ചോദിച്ചപ്പോ രണ്ടുപേരും കൂടെ നാടകം കളിക്കുവാണോ? നാടകം കളിച്ചല്ല, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല. ഇല്ല. എനിക്ക് വാടക കിട്ടണം. ഈ വാടക മേടിക്കാൻ എനിക്കറിയാം. നിങ്ങൾ ഇവിടെ ഇറക്കും, വാടക ഞാൻ മേടിച്ചിരിക്കും. അതിന് ഞാൻ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ട്. കൊട്ടേഷൻകാർ ഇവിടെ വന്നിരിക്കും. അതെ, ആര് വന്നാലും ഞങ്ങൾ ഒഴിയത്തില്ല. കയ്യിൽ പൈസ വെച്ചിട്ട് തരാതിരിക്കുന്നതല്ല. കിട്ടുമ്പോ അങ്ങ് തരും, അത്രേ ഉള്ളൂ. എന്താ ചെയ്യാൻ പറ്റുമെന്ന് ചെയ്തോ. എന്റെ കൊക്കിന് ജീവനുണ്ട്. ഇവിടെ ഇറക്കിയിരിക്കും. വാടക ഞാൻ മേടിച്ചിരിക്കും. ഞങ്ങളുടെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങത്തില്ല. കൊട്ടേഷൻ. അയാൾ ഇപ്പൊ വല്ലവരെയും കൊണ്ടുവന്ന നമ്മളിനി എങ്ങോട്ട് പോകും? അവൻ കൊണ്ടുവന്ന അവന്മാരെ നമ്മൾ എന്ത് ചെയ്യും? ആരെങ്കിലും കൊണ്ടുവന്ന എന്തായാലും നിങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ വരത്തില്ല. എന്റെ വീട്ടിൽ വരണ്ട. അപ്പൊ നിന്റെ വീട്ടിൽ പോവാ. എന്റെ വീട്ടിലോട്ട് ഒട്ടും പോകാൻ പറ്റൂല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? ഒരു പണിയുണ്ട്. ഇപ്പൊ എന്ത് ഗുണ്ടകളാന്ന് പറഞ്ഞാലും സെന്റിമെന്റ്സിൽ വീഴാത്തവരില്ല. അതില്ല, സെന്റിമെന്റ്സ് എന്തെങ്കിലും പറഞ്ഞാൽ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നാ നമ്മൾ രണ്ടും കൂടെ വിഷം കഴിച്ച് ചാവോന്ന് അങ്ങ് പറയാം. അത് മതിയാകൊള്ളാം. ഓക്കെ, നമ്മൾ വിഷം കഴിച്ച് ചാവെന്ന് പറയാം. അത് വീഴാത്ത മന്മദാ വിഷമെടുക്ക്. എടി പാലില്ലാത്തോട്ട് ഒഴിക്കടി. പാലില്ലാത്തോട്ട് ഒഴിക്കി. അതെ, ഒറിജിനൽ വിഷമൊന്നും ഞാൻ കാണുന്നില്ല. മറ്റേ വാഴയ്ക്ക് അടിക്കാൻ വെച്ചിരുന്ന കുരുടാനാ ഒഴിച്ചിരിക്കുന്ന. കുഴപ്പമുണ്ടോ? ഇത് കുടിക്കരുത്. ആക്ടിങ് നിങ്ങൾ കുടിക്കരുത്. ഞാൻ കുടിക്കത്തൊന്നുമില്ല. ശരി, എടുത്തു പോയി. മന്മദാ, എന്റെ ദൈവമേ, എന്റെ കണ്ണുകളെ എനിക്ക് വിശ്വസിക്കാൻ വയ്യ. കാര്യം പാറയിലാണ് എന്റെ ആശാൻ കത്തി കുത്തി നിർത്തിയിരിക്കുന്നത്. നമിച്ചാസാറേ, നമിച്ചു. ഞാൻ ആ തുണി വിലക്കാൻ വെച്ചേക്കണ സോപ്പിഷ്ടത്തല്ല കത്തി കുത്തി എടുത്തത്. അതുപോലും മനസ്സിലാക്കാൻ തുടങ്ങാണ്ട് ഗുണ്ടയായിട്ട് കിടക്കുന്നു. നിനക്ക് എന്തിനാ കിടക്കണടാ? ആശാനെ, എനിക്കും തട്ടിത്തെറിപ്പിക്കണം. നീ അതിനായിട്ടില്ല. നീ എന്റെ ശിഷ്യനാണ്. നീ ഇനിയും മുന്നോട്ട് ഒരുപാട് പോകാനുണ്ട്. എന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിക്കില്ല ഈ ആശാൻ.
മന്മത ഇറങ്ങി വാടാ. മന്മതായി ഇറങ്ങി വാടാ. എന്റെ ചെവിക്കല്ല് തുളച്ചി. എന്തിനാ ഇങ്ങനെ അലർന്നത്? ഞാനാണ് സീനിയർ, ഞാനാണ് ആശൻ, നീ ശിഷ്യൻ. അതിനനുസരിച്ച് നിന്നാ മതി. ആശാൻ ഒരു സപ്പോർട്ട് ചെയ്യുന്ന എന്ത് സപ്പോർട്ട്? പതുക്കെ വിളി. പതുക്കെ. മന്മതായി ഇറങ്ങി വാടാ. അങ്ങനെ വിളിച്ചാൽ എങ്ങനെ കേൾക്കുമോ? ആശാനല്ലേ പറഞ്ഞ പതുക്കെ വിളിക്കാം. അങ്ങനെയല്ല, പിന്നെ മന്മത ഇറങ്ങി വാടാ. എങ്ങനെ? മന്മത ഇറങ്ങി വാടാ. എടാ, നിനക്കൊരു താളമില്ല. നമ്മളൊരു കാര്യത്തിന് വന്നേക്കുന്നല്ലേ, എന്ത് ചെയ്യുമ്പോഴും നമ്മളൊരു താളത്തിൽ ചെയ്യണം. താളത്തിൽ വിളി. ഞാൻ വിളിക്കാം. മന്മഥ നീ ഇറങ്ങി വാടാ. മന്മഥ നീ ഇറങ്ങി വാടാ. അങ്ങനെയാണ് രണ്ട് ഗുണ്ടകൾ വന്നിട്ട് അവരെ വിളിക്കുന്നത്. നീ വിളിക്കണ്ട, ഞാൻ വിളിച്ചോളാം. ആശാനല്ലേ താളത്തിൽ വിളിക്കാൻ പറഞ്ഞു, ഞാൻ താളത്തിൽ വിളിച്ചു, അതും തെറ്റായി പോയോ? ഞാൻ ഇനി എന്ത് ചെയ്യണം? നീ ഒന്നും ചെയ്യണ്ട, നീ മിണ്ടാണ്ടിരുന്നാ മതി. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. മന്മത ഇറങ്ങി വാടാ. ഇറങ്ങി വാടാ. ആഹാ, നിങ്ങളായിരുന്നു മന്മതേട്ടാ. രണ്ട് ലാടവൈദ്യന്മാര് വന്നേക്കുന്നു. ആശാൻ എപ്പോഴാണ് ലാടവൈദ്യം തുടങ്ങിയത്? ഞാനല്ല, പിന്നെ കപ്പട വീശ കണ്ടിട്ടാണ് ലാടവൈദ്യം എന്ന് വിളിക്കണത്. ഇങ്ങ ഇറങ്ങി വന്നേ. എന്തോടെ ഇവിടെ രണ്ട് ലാടവൈദ്യന്മാര്. ഇവിടെ മരുന്നൊന്നും വേണ്ട. നമുക്ക് ഒന്നാമത് ഇവിടെ പൈസ ഇല്ല. ബുദ്ധിമുട്ടായിട്ട് ഇരിക്കുന്നിടത്ത് ഇപ്പൊ രാവിലെ അരിക്കലത്തിൽ നിന്ന് പൈസ എടുത്ത ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. മരുന്നൊന്നും വേണ്ട, പൊക്കോളൂ. മരുന്നൊന്നും വേണ്ട. മരുന്ന് എന്തിനാ ഇവിടെ? മരുന്ന് വേണ്ട. അവർക്കൊന്നും വേണ്ട, അവരുടെ പൈസ ഇല്ലെന്ന് പറഞ്ഞു. അതല്ല, നമ്മൾ അതിനാണ് വന്നത്. ഞങ്ങളെ കാര്യമായിട്ട് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആരാ? എനിക്ക് മനസ്സിലായില്ല. കൊട്ടേഷനാ. കീരി ബാബു, മൂർഖൻ സതീശൻ. നിങ്ങൾ തമ്മിൽ അപ്പൊ ഏറ്റവും കൂടുതൽ വഴക്ക് എന്തിന്? കീരിയും പാമ്പും തമ്മിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാകുന്നത്. ആശാനെ, അയ്യോ, കണ്ണു കുരുങ്ങി ആശാനെ. നിങ്ങളുടെ ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ കണ്ണ് തള്ളിപ്പിടിക്കരുത് പറഞ്ഞില്ലേ? അതുകൊണ്ടല്ലേ അത് പോകുന്നത്. ഫോഴ്സിൽ അത് അങ്ങ് കുരുങ്ങി പോയതാണ്. ഞാൻ ചോദിച്ചോളാം അവരോട്. നീ അവിടെ നിന്നാ മതി. എങ്ങാനും ഒഴിയേണ്ടി വന്നു കഴിഞ്ഞാൽ സത്യയോട് ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ല. അടുക്കരുത് ആശാനെ. എന്താ പറ്റിയ ഞാൻ പൊക്കോട്ടെ എന്നാ? അവൻ നോക്കുന്നു. ഒന്നുമില്ല. എന്ത് പറ്റി? നീ എന്താ ആശാന? നീ എന്താടാ ചെയ്തത്? ആശാനെ, അയ്യോ അയ്യോ സതീശ, എന്റെ കണ്ണ്. എന്താണ് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കണത്? തിരുവാതിര നേരെയോ? ഇപ്പൊ എന്താണ് നിങ്ങളൊരു കാര്യം തീരുമാനം? നിങ്ങൾ ഇവിടെ ആരൊക്കെ വന്നാലും എന്തൊക്കെ വന്നെന്ന് പറഞ്ഞാലും ഈ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്ന പ്രശ്നമില്ല. നിനക്ക് എന്റെ ആശാനെ കുറിച്ച് അറിയില്ല. ആശാൻ എന്ത് ചെയ്താലും ഒരുത്തനും ഒന്നും ചോദിക്കില്ല. നിനക്കറിയാമോ? അതൊന്ന് കാണണം. ഞാൻ എന്ത് ചെയ്താലും ഒരു പട്ടി ചോദിക്കുള്ളൂ. ഏതെങ്കിലും ഒരു പട്ടി ചോദിച്ചോ? ചോദിക്കില്ല, ഒരുത്തരും ചോദിക്കില്ല. കാരണം കീരി ബാബു പറയുന്നതിന് അപ്പുറത്തേക്ക് ഒന്നുമില്ലടാ. സിറ്റുവേഷൻ പറക്കട്ടെ, നമ്മള് വേറെ കാര്യത്തിന്. നമ്മള് വേറെ കാര്യത്തിന് കരയില്ലേ? അല്ലെന്റെ മുമ്പിലിട്ട് ആശാൻ എന്തിനാ തല്ലിയത്? സതീഷ്, 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 ഇവിടെ ഒന്നുകൂടി ഞങ്ങൾ പറയുന്നു, 6-7 വർഷമായിട്ട് ഇവിടെ താമസിക്കാൻ ഞങ്ങൾക്ക് അങ്ങനെ പെട്ടെന്ന് എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഒഴിയത്തില്ല. ഇപ്പൊ ഇവിടെ ഇറങ്ങണം. ഇല്ല, ഇറങ്ങാൻ പറ്റില്ല. ഇവിടെ ഇറങ്ങണം. ഇറങ്ങാൻ പറ്റില്ല. സതീശ, അവരോട് ഇറങ്ങാൻ പറ. ആശം കൂടെ നിൽക്കുമോ? ഞാൻ കൂടെ നിൽക്കും. നീ പോവില്ല. അല്ല, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് അതെന്തോ പരിപാടി അടുത്തല്ലേ ഞാൻ നിൽക്കുന്നത്? തൊട്ടടുത്ത് എന്തോ ആശാൻ ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ ഒരു കുഴപ്പവും പറ്റില്ല. എന്റെ അസുഖം മാറി. ചോദിക്കതേ മര്യാദ കൊഴിഞ്ഞു പോവടാ. മര്യാദ കൊഴിഞ്ഞു പോവടാ ഇവിടുന്ന്. 1 മണിക്കൂർ സമയം തരുന്നു. അതിനു മുമ്പ് നിങ്ങളുടെ സ്തംഭന
ഇതാണ് എനിക്കറിയത്തില്ല. നിങ്ങളുടെ ഈ മൊത്ത സ്തംഭന ജങ്കന അതെ നമ്മുടെ ഈ വീട് ഒഴിപ്പിക്കാൻ വരുമ്പോ ഇവിടെ ഉള്ള സാധനങ്ങൾ നിങ്ങളുടെ- എടുത്ത് പുറത്തെടുത്തില്ലേ? സാഗര സംഗമ സാഗര സംഗമല്ല. ഈ മുഴുവൻ സാധനങ്ങളും ചേർത്ത് പറഞ്ഞല്ലേ? ആ അതെ അതെ. ആ നെറ്റിലൊന്ന് അടിച്ചു നോക്കാമോ? നെറ്റില്ല ഫോണോടെ നോക്കിയടി. ഒന്ന് നോക്കിയോ സഹോദരി? എനിക്കൊന്ന് സംഗമമാണെന്നാ എന്റെ ഒരു സംഗമല്ല, സംഗമാണെ നമുക്കറിയത്തില്ലേ? ഞാൻ ഇന്നലെ മറ്റേ വീട്ടിൽ പോയി പറഞ്ഞു. കിട്ടി നിങ്ങൾ പറഞ്ഞ തെറ്റാണ്. എന്താണ്? സ്ഥാപര ജംഗമ വസ്തുക്കളാണ്. ഞാൻ പറഞ്ഞില്ലേ? അപ്പൊ നിങ്ങളുടെ സ്ഥാപന ജംഗമ വസ്തുക്കൾ എടുത്തിട്ട് ഇവിടുന്ന് വേഗം സ്ഥലം വിട്ടോളൂ. നിങ്ങൾ ഇവിടുന്ന് ഞങ്ങൾ ഒഴിപ്പിക്കുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും വിഷം കുടിച്ച് ചാകും. ഉറപ്പാ. നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. എന്താണ് വിഷം കുടിച്ച? സത്യമായിട്ട് ഞങ്ങൾ തമാശ പറഞ്ഞല്ലേ? വിഷം കലക്കി ഇവിടെ വെച്ചാ വിഷം കലക്കി വെച്ചിട്ടുണ്ട് ഇവിടെ. വിഷം കലക്കി വെച്ചേക്കാം. ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വെച്ച് ഞങ്ങൾ രണ്ടുപേരും ഇത് കുടിച്ചിട്ട് ഇവിടെ ഞങ്ങള് ഇതെന്തിനാ ഇത് വിഷം കലക്കി? പാലിനകത്ത് ഇത് കള്ളം പറയല്ല, ഇത് വിഷം കലക്കിനകത്ത് വെച്ചേക്ക്. വേണ്ട, നിങ്ങൾ കുടിക്കണ്ട, ഞങ്ങൾ ആദ്യം വിഷം കുടിക്കാം. ഞങ്ങള് ചാവട്ടെ. അയ്യോ എന്റെ ചേട്ടാ, ഇതൊക്കെ എത്ര തവണ ഞങ്ങൾ ഇത് നാടകങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടാണ്. ഹലോ ഹലോ, ഇത് പശുവും പാലാണോ ആട്ടിൻ പാലാണോ? പശുവിൻ പാലാണ്, പക്ഷെ കുടിക്കണ്ട. കുടിക്കില്ല കുടിക്കില്ല. ഞങ്ങൾ അത്തോട്ടെ, ഞങ്ങൾക്ക് വിരോധമില്ല. ഞാൻ കാലി പിടിക്കാൻ നിങ്ങൾ കുടിക്കില്ല. പകുതി എനിക്കൂടെ തരണം. അയ്യോ, കുടിക്കല്ലേ. ഒന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട, ഇയാള് പണയാൻ നിൽക്കുന്നു. അയ്യോ, കുടിച്ച്. എന്തോ പരിപാടിയാണ് സാറേ കാണിച്ചത്. നല്ല ബൂസ്റ്റ് ഇട്ട പശുവും പാലാ. എന്റെ പൊന്നാശാനെ പറയുന്നൊന്ന് കേക്ക്. അത് ഒറിജിനൽ വിഷമാണ്. നിങ്ങളെ കളിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ചെയ്തെങ്കിലും പക്ഷെ അതിനകത്ത് ഞങ്ങൾ അത് വാഴ കടിക്കണ കുരുടാൻ അതിനകത്ത് ചേർത്ത്. എടാ, എന്ത് വിഷം കളിക്കാലും കീരി ബാബു ഇരട്ടച്ചങ്കാണ്. എനിക്ക് ചങ്ങനാണ്, അറിയാമോ? ഇരട്ടച്ചങ്കൻ. കണ്ടോ, ഞാൻ പറഞ്ഞില്ല. ദൈവമേ, കണ്ടോ കണ്ടോ കണ്ടോ. ഇടൂ, ആശുപത്രി കൊണ്ടുപോകണം എടുത്ത്. ഒരു വണ്ടി വിളിച്ച് ആശുപത്രി കൊണ്ടുപോയിട്ട് വണ്ടി വിളിച്ച് ഇയാളെ ആശുപത്രി കൊണ്ടുപോകും. ആശുപത്രി ആശുപത്രി കൊണ്ടുപോകൂ. ആശുപത്രി വേണേ എടുത്തോണ്ട് പോടാ, വേണേ എടുത്തോണ്ട് പോ. ഞാൻ ഇയാളോട് കാല് പിടിച്ച് പറഞ്ഞു പകുതി എനിക്ക് ഇവിടെ തരണമെന്ന്. തന്നോ? ഒറ്റയ്ക്ക് കയറ്റിയതല്ലോ, അനുഭവിക്കട്ടെ.